ഇന്ന് നമ്മൾ പച്ച കളറിൽ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. നമ്മുടെ പത്തിരിയുടെ കൂടെ, പിന്നെ ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ, ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ, പക്ഷേ കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ്. നമ്മൾ എണ്ണ ഒഴിക്കുന്നു, സവാള ഇടുന്നു, പിന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലയ്ക്ക, പിന്നെ പെരുംജീരകം, ഇച്ചിരി കൂടുതൽ പെരുംജീരകമൊക്കെ ചേർത്ത്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ജസ്റ്റ് അങ്ങനെ ഇടാം. സവാളയൊന്നും നേർത്ത് അരിയണമെന്നൊന്നുമില്ല കേട്ടോ. വലിയ ഇളക്കാനും മറിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി പച്ചമുളക് ചേർക്കണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. അതിന് പകരം പച്ചമുളകാണ്. നമ്മൾ പറഞ്ഞല്ലോ പച്ച കളറിലാണ് ചിക്കൻ വെക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് മിക്സിക്കകത്തിട്ട് അരയ്ക്കണം. നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് എളുപ്പം. അധികം വഴറ്റാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ആ പൊടിയുടെ പച്ചമണം മാത്രം മാറിയാൽ മതി. ഇച്ചിരി കൂടുതൽ നമ്മൾ മല്ലിയില, പെട്ടെന്ന് പേര് മറന്നുപോയി. ഇച്ചിരി കൂടുതൽ മല്ലിയില വേണം കേട്ടോ. മല്ലിയില, കറിവേപ്പില, പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാള ഇതെല്ലാം കൂടെ ചേർക്കണം. ഇത് ചൂടോടെ ചേർത്താലും ചൂടോടെ അരയ്ക്കരുത് കേട്ടോ. അത് തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചാൽ മതി. തണുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി തൈര് കൂടെ ചേർത്തിട്ട് അത് നല്ലതുപോലെ പേസ്റ്റാക്കി അരയ്ക്കുക. നമ്മൾ അതേ കടായിൽ തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടെ ഇടാം. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, അരയ്ക്കാൻ മിക്സിയിലോട്ട് ഇട്ടായിരുന്നു നമ്മൾ, അത് പേസ്റ്റാക്കി അരച്ചെടുത്തത് ഇതിനകത്തോട്ട് ചേർക്കുക. ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് വലിയ പണിയില്ല. മറ്റേ ചിക്കൻ കറി വെക്കുന്ന പോലെ നന്നായിട്ട് ഇന്ന് സവാളയൊക്കെ വഴറ്റി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ പേസ്റ്റ് ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ചേർക്കാം കേട്ടോ. ഞാനൊരു ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്തായിരുന്നു. പിന്നെ ലേശം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മൂടി വെച്ചിട്ട് വേവിക്കുക. പിന്നെ ഇച്ചിരി കറി വേണമെങ്കിൽ ഒന്ന് കൊഴുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ, ഞാൻ ഇച്ചിരി കോൺഫ്ലവറും കൂടെ അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വേവിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ പച്ച കളറിലുള്ള ചിക്കൻ കറി റെഡിയായി. നമ്മളിത് പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. പുട്ട് പിന്നെ ബസ്മതി റൈസ് വെച്ചായിരുന്നു, അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിച്ചു. അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ നമുക്ക് ഇതിനകത്ത് കാഷ്യൂനട്ടൊക്കെ വേണമെങ്കിൽ അരയ്ക്കാൻ കേട്ടോ. പക്ഷേ ഞാനിവിടെ അതൊന്നും ചേർക്കാറില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ഇത് കൂടുതൽ കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ പച്ച കളർ ചിക്കൻ കറി ഇവിടെ റെഡിയായി.